മാനസാദൽ കർത്താവിന്റെ നിസ്തുല നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവ് എന്ന വലിയേറിയ അവസരമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന നിലയിൽ സന്തോഷമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ കർത്താവ്, അവൻ്റെ സാന്നിധ്യം ഈ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയുവാൻ ദൈവം തരുന്ന വിലയേറിയ അവസരങ്ങൾ ശ്രേഷ്ഠകരമാണ്. ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനും നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യാത്ത നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ വചന ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ തിരിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ അയച്ചു, നീ വസ്ത്രം കീറിക്കളഞ്ഞെന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചതുപോലെ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായ നയമാൻ അവൻ്റെ യജമാനവനെ മഹാനും മാന്യനുമെന്നെണ്ണി കുഷ്ഠരോഗം നിമിത്തം ഭാരപ്പെട്ട നയമാൻ്റെ വീട്ടിൽ അടിമ പെൺകുട്ടിയായി നിന്ന, വീട്ടിൽ വേലക്കാരിയായി നിന്നൊരു പെൺകുട്ടിയുടെ വാക്ക് കേട്ട് അവൻ്റെ രാജാവിനോട് അനുവാദം ചോദിക്കുന്നു ഇസ്രായേൽ ദേശത്ത് പോകാൻ. അതിൻ്റെ 4-ാം വാക്യം. അവൻ ചെന്ന് തൻ്റെ യജമാനോട് ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചെന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് എഴുത്തു തരാമെന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്തുകൊണ്ട് ചെന്നു. അതിൽ ഈ എഴുത്തു കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ ചെറിയ പെൺകുട്ടി നയമാൻ്റെ ഭാര്യയ്ക്ക് സൂചന ചെയ്ത് അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കലൊന്ന് ചെന്നെങ്കിൽ അവനവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്നാണ്. കഴിഞ്ഞ ആഴ്ചത്തെക്കുറിച്ചും പഠിച്ചതാണ്. രാജാവിൻ്റെ അടുക്കൽ ചെല്ലാനല്ല പറഞ്ഞത്, പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലാനാണ്. പക്ഷേ നയമാൻ ആരാം രാജാവിൻ്റെ കത്തുമായി പോയത് ഇസ്രായേൽ രാജാവിൻ്റെ അരികിലേക്കാണ്. ഇസ്രായേൽ രാജാവ് എന്താ ചെയ്തത്? അത് കേട്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി. അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവീൻ, അവൻ ഇതിനാൽ എന്നോട് ഷണ്ണയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ അവൻ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ദൈവമുണ്ട്, ഒരു പ്രവാചകനെന്ന് അറിയുമെന്ന് അവൻ പറയിപ്പിച്ചു. അപ്പോൾ ആ വാർത്ത ദേശം മുഴുവൻ അറിഞ്ഞു കാണും. പ്രിയപ്പെട്ടവരെ, നയമാനോട് ഇസ്രായേൽ രാജാവിൻ്റെ അരികിൽ ചെല്ലാനല്ല പെൺകുട്ടി പറഞ്ഞത്. റെക്കമെൻഡേഷനും കൊണ്ട് ചെല്ലാനും പറഞ്ഞില്ല. ആരാം രാജാവിൻ്റെ കത്തും കൊണ്ട് എന്നാലേ സൗഖ്യമാകത്തോളൊന്നും പറഞ്ഞില്ല. ഡയറക്റ്റ് ദൈവദാസൻ്റെ അരികിൽ, പ്രവാചകൻ്റെ അരികിൽ ചെല്ലേണ്ട നയമാൻ മധ്യസ്ഥന്മാരെ അന്വേഷിക്കുകയാണ്, റെക്കമെൻഡേഷനുമായി പോകുകയാണ്. ഇത് തന്നെയാണ് വിദ്വാൻമാർക്കും സംഭവിച്ച തെറ്റ്. പലപ്പോഴും നമ്മൾ ആ മെസ്സേജ് കേട്ടിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. വിദ്വാൻമാർക്ക് വഴി കാണിക്കുവാൻ ദൈവം നക്ഷത്രം നൽകി. ആ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് നേരെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അവർ നക്ഷത്രത്തെ വിട്ട് കൊട്ടാരം കണ്ടപ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി. ഹെരോദാ രാജാവിനോട് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് അന്വേഷിച്ചു. അത് കേട്ടപ്പോൾ അവനും ഇസ്രായേൽ ഒക്കെയും ഭ്രമിച്ചു, ഭയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? 2 വയസ്സിന് താഴെയുള്ള അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. വിദ്വാൻമാർക്ക് പറ്റിയ തെറ്റ്. നക്ഷത്രത്തെ ഫോളോ ചെയ്യേണ്ടവർ അതിനെ വിട്ടിട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് കൊട്ടാരം കണ്ടപ്പോൾ അവിടെ കയറി. അത് നിമിത്തം അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ഇന്ന് അനേകരുടെ പ്രശ്നം വിടുതലിനായി, പ്രശ്നപരിഹാരത്തിനായി എത്തേണ്ടിടത്തെത്തുന്നില്ല എന്നുള്ളതാണ്. അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. പാപമോചനം ആഗ്രഹമുണ്ട് മനുഷ്യന്. പക്ഷെ പാപമോചനം എവിടെ കിട്ടും എന്നറിഞ്ഞ്
കിട്ടുന്നിടത്ത് ചെല്ലാൻ കഴിയുന്നില്ല. യഥാർത്ഥ പാപമോചകൻ യേശുക്രിസ്തുവാണ്. അവൻ്റെ അരികിലേ വിടുതലുള്ളൂ. കുഷ്ഠരോഗം മാറ്റുന്നവൻ ഇസ്രായേലിലെ രാജാവല്ല, ദൈവത്തിൻ്റെ അഭിഷക്തനായ പ്രവാചകനാണ്. നിങ്ങളുടെ പാപകുഷ്ഠം മാറ്റുവാൻ ദാനധർമ്മങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ മന്ത്രതന്ത്രങ്ങൾക്കോ പുണ്യപ്രവർത്തികൾക്കോ കഴിയില്ല. അത് കാൽവറിയിൽ പരമയാഗമായി തീർന്ന നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ നിങ്ങളുടെ പാപം കഴുകുവാൻ കഴിയൂ, പാപകുഷ്ഠം മോചിപ്പാൻ കഴിയൂ. നയമാനിനെ പോലെ വഴിതെറ്റിപ്പോയ വിദ്വാൻമാരെ പോലെ അനേകരും ഇന്ന് വഴിതെറ്റി ഉലയുകയാണ്. വിടുതൽ വേണം, പക്ഷേ എവിടെ എത്തേണ്ടിടത്ത് എത്തുന്നില്ല. യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തുന്നില്ല. കാണേണ്ടവനെ കാണാതെ എത്തേണ്ടിടത്തെത്താതെ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കില്ല. കാണേണ്ടവനെ കാണണം, എത്തേണ്ടിടത്തെത്തണം. സ്തോത്രം. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച്, സ്വന്തം യുക്തിയിൽ ആശ്രയിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് ചെല്ലില്ല. ലക്ഷ്യസ്ഥാനത്ത് ചെല്ലണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം. ഇവിടെ ആരാജാവ് കത്ത് കൊടുത്ത് വിട്ട് കത്തുമായി വരുന്നവൻ്റെ കുഷ്ഠരോഗം മാറ്റണമെന്ന്. അപ്പോൾ അഭിഷേകമില്ലാത്ത, ആദ്യം ഭരിക്കുന്നെങ്കിൽ ഇങ്ങനൊരു ദൈവം ഇവിടെ ഉണ്ടെന്നറിയാത്ത, ഇങ്ങനൊരു പ്രവാചകൻ ഇവിടെ ഉണ്ടെന്നറിയാത്ത ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി നിലവിളിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് നിലവിളിച്ചതും ആ നാട് മുഴുവൻ അറിഞ്ഞു. അങ്ങനെ ആ വാർത്ത ദൈവദാസനായ എലീശയുടെ ചെവിയിലെത്തി. ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ? ഒരുപക്ഷെ ദൈവം തന്നെ ദാസനെ മുന്നറിയിച്ച് കാണും, ഇങ്ങനൊരു വ്യക്തിയെ നിൻ്റെ അരികിലേക്ക് അയക്കുന്നു എന്ന്. നിശ്ചയമായും ദൈവം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൻ വാതുക്കൽ വന്നു നിന്നപ്പോഴേ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞത്, ആളിനെ വിട്ട് പറയിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷക്തൻ എലീശ അത് കേട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അരികൾ വരട്ടെ, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയും. ഈ മാധ്യമത്തിലൂടെ വിവിധയിടങ്ങളിൽ ദൈവം കേൾക്കുന്ന നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒന്നാമത്തെ ദൂത്, പിശാച് ഉയർത്തുന്ന വെല്ലുവിളികൾ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. സാത്താൻ ഉയർത്തുന്ന വെല്ലുവിളികൾ കണ്ട് ഭയപ്പെടുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. ആ വെല്ലുവിളികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ദൈവത്തിന് ദാസനായ ദാവീദ് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന കാണാം. ആ അധ്യായത്തിൽ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് വന്നു നിന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. 8-ാം വാക്യം, അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്ന എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ ചേവരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുത്, എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പറയുന്നു, എല്ലാവരും കൊല്ലാൻ വേണ്ട, എന്നെ കൊന്നാൽ മതി. ഗോലിയാത്ത് പറയുന്നു, ഗോലിയാത്തിനെ കൊന്നാൽ മതി, ഫെലിസ്ത്യർ മുഴുവൻ നിങ്ങൾക്ക് അടിമകളായിരിക്കാം. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്നവനെ കൊന്നാൽ, ഞാൻ കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമയാകണം. 10-ാം വാക്യം, ഫെലിസ്ത്യൻ പിന്നെയും ഞാൻ ഇസ്രായേൽ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീനെന്ന് പറഞ്ഞു. ആ വാക്യായി നമ്മൾ വായിച്ചാൽ ഈ വെല്ലുവിളി കേട്ടിട്ട് ഫെലിസ്ത്യർ ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെടുകയാണ്. 11-ാം വാക്യം, ഫെലിസ്ത്യൻ്റെ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു. അപ്പം ഇവരെല്ലാം ഭയപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് സഹോദരന്മാർ ക്ഷേമം അന്വേഷിപ്പാൻ അവിടെ ചെല്ലുന്നത്. 26-ാം വാക്യം, അപ്പോൾ ദാവീദിന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നു എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന് സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അവസാനം ശൗൽ രാജാവിൻ്റെ മുമ്പിൽ ദാവീദ് എത്തി. 32-ാം വാക്യം, ദാവീദ് പറയുന്നു, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട,
അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതാമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ കരടിയും വന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നു അതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചതുകൊണ്ട് അവനും അവയിലൊന്നിനെ പോലെയാകും എന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, ഇവിടെ ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീദ് വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. എന്താണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ കാരണം? നമ്മളിവിടെ കഴിച്ചു 3 സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. ശൗലും കൂട്ടരും ഭ്രമിച്ച് ഭയപ്പെട്ട് ഓടി ഒളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചെറിയ പയ്യനായ ദാവീദ് അവിടെ ചെല്ലുന്നത്. അവൻ പറഞ്ഞു, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റുന്നു. എന്താണ് കാരണം? ശൗൽ ഉൾപ്പെടെ ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം ഗോലിയാത്തിൻ്റെ പൊക്കവും വലിപ്പവും തടിയും കണ്ട് ഭയപ്പെട്ടു. പ്രശ്നത്തിൻ്റെ വലിപ്പം. ദാവീദിൻ്റെ സഹോദരന്മാരായ പട്ടാളക്കാർ അവിടെയുണ്ട്. അവൻ്റെ സഹോദരന്മാർ പട്ടാളക്കാരായിരുന്നു. ശൗല് എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവനായിരുന്നു ബൈബിളിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ പട്ടാളക്കാരുടെ നടുവിൽ ശൗല് നിന്നാൽ അവനെ കാണാമായിരുന്നു, അത്ര പൊക്കമുള്ളവനായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഫെലിസ്ത്യൻ്റെ പൊക്കത്തിൻ്റെ മുമ്പിൽ ഓടി ഒളിച്ചു. ഫെലിസ്ത്യൻ്റെ വെല്ലുവിടെ മുമ്പിൽ ഓടി ഒളിച്ചു. ഭയവികുലരായി നിൽക്കുമ്പോൾ അഭിഷേകമുള്ളവൻ പറഞ്ഞു, ഇവൻ്റെ നിമിത്തം ആരും ധൈര്യപ്പെടേണ്ട. ദൈവകൃപയുള്ളവൻ, അഭിഷേകമുള്ളവന് അഗ്രചർമ്മിയുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ അടങ്ങി നിൽപ്പാൻ കഴിയില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്തോത്രം. ഒരിക്കൽ ശൗലിന് മേൽ അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ദൈവകൃപയുള്ളവൻ, അഭിഷേകമുള്ളവൻ പ്രശ്നം കണ്ട് ഓടി ഒളിക്കുന്നവനല്ല, പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നവനാണ്. ദൈവ ഈ അഭിഷേകമുള്ളവന് പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും. 1. 2, ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ ഈ തിരുവചനം പ്രസംഗിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ കാര്യം, ശൗലും അവൻ്റെ കൂടെയുള്ള സകല പട്ടാളക്കാരും പ്രശ്നത്തെ വലുതായി കണ്ടു, ഫെലിസ്ത്യനെ വലുതായി കണ്ടു. പ്രൈസ് ലോർഡ്. എന്നാൽ ദാവീദ് പ്രശ്നത്തെ അല്ല വലുതായി കണ്ടത്, ഫെലിസ്ത്യനെ അല്ല വലുതായി കണ്ടത്, അവൻ്റെ ദൈവത്തെ വലുതായി കണ്ടു. ഈ പ്രഭാഷണം വിവിധ സ്ഥലങ്ങളിൽ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ അല്ല വലുതായി കാണേണ്ടത്, നിങ്ങളുടെ ദൈവത്തെ വലുതായി കാണുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് ദൈവത്തെക്കാൾ വലുതല്ല, നിങ്ങളുടെ ദൈവത്തെക്കാൾ അത് ചെറുതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജോലിയുടെ പ്രശ്നം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കടഭാരം, നിങ്ങളുടെ രോഗം, അത് ദൈവത്തെക്കാൾ വലുതല്ല, ദൈവത്തെക്കാൾ ചെറുതാണ്. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് പറയൂ, പിശാചിയ ശക്തികളെ നോക്കി പറയൂ, പിശാചേ, നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന പ്രശ്നം എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല, എൻ്റെ ദൈവത്തെക്കാൾ ചെറുതാണ്, ചെറുതാണ്, ചെറുതാണ് എന്ന് പറയുക. നിങ്ങൾ ദൈവത്തെ വലുതായി കാണുക. അനാദ്യനായവൻ, സർവശക്തനായവൻ, തേജോരൂപിയായവൻ, ശൂന്യന സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, സകലത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, അവൻ സർവശക്തനാണ്. ഒരു കാര്യോടെ ഞാൻ പറയാം, നിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം പ്രശ്നത്തെ വലുതായി കണ്ടാലും നീ ദൈവത്തെ വലുതായി കാണുക. നിന്റെ കൂടെ നിൽക്കുന്നവരാരും നിനക്ക് അനുകൂലമായി വാക്ക് പറഞ്ഞില്ലെങ്കിലും
നീ സേവിക്കുന്ന, അനുഭവിച്ച, അറിഞ്ഞ ദൈവത്തിൻ്റെ മഹത്വം അറിയാവുന്നവനാണെങ്കിൽ തനിയെ നിൽക്കേണ്ടി വന്നാലും ആ ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും ആശ്രയിക്കുക. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ ദൈവത്തെ വലുതായി കാണുക. അനേക ആളുകൾ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിപ്പം എത്ര ഉന്നതമാണെങ്കിലും, അതിനേക്കാൾ വലിയൊരു കർത്താവ് നമുക്കുണ്ട്. അതിനേക്കാൾ ശക്തനായൊരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഇവിടെ ദാവീദ് ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശൗല് പറഞ്ഞു, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനാണ്. ഉടനെ ദാവീദ് പറഞ്ഞൊരു പദമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ഒരിക്കലും സിംഹം എൻ്റെ നേരെ വന്നു, മറ്റൊരിക്കലും കരടി എൻ്റെ നേരെ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവൻ്റെ മേൽ വന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ ഞാൻ ഇതിനെ വലിച്ചു കീറിക്കളഞ്ഞു. അതിനെ വലിച്ചു കീറാൻ ദൈവം എനിക്ക് കൃപ നൽകി. ആ ദൈവം ഇവിടെ എനിക്ക് ജയം നൽകും. അത് അവൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഇവനും അവയിലൊന്നിനെ പോലെയാകും. ഇവനും അവയിലൊന്നിനെ പോലെയാകും. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നീ പറയണം, ചിന്തിക്കണം, ഓർക്കണം, കഴിഞ്ഞ നാളിൽ ജയം നൽകിയവൻ ഇവിടെ ജയം നൽകും. ദാവീദ് പറഞ്ഞ അർത്ഥം ഇതാണ്: കാട്ടിൽ ജയം തന്നവൻ ഈ നാട്ടിലും ജയം തരും. അവിടെ ജയം തന്നവൻ ഇവിടെ ജയം തരും. അവിടെ നിർത്തിയവൻ ഇവിടെ നിർത്തും. അവിടെ മാനിച്ചവൻ ഇവിടെ മാനിക്കും. അവിടെ ലജ്ജിപ്പിക്കാതെ നിർത്തിയവൻ ഇവിടെ ലജ്ജിപ്പിക്കാതെ നിർത്തും. എനിക്കറിഞ്ഞുകൂടെ ദൂത് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ നാളിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ജയം ഓർക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകിയ ജയം ഓർക്കുക. പിശാച് നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടു നിൽക്കുമ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയൂ, ദുഷ്ട പിശാചേ, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ ഭാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ വിടുവിച്ച ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവം, എൻ്റെ സഭയെ വിടുവിച്ച ദൈവം, ഇതിന്മേലും എനിക്ക് ജയം തരുമെന്ന് പറയൂ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമെന്തോ, പ്രതിസന്ധി എന്തോ, ഭാരമെന്തോ, അതിന്മേലും ദൈവം നിങ്ങൾക്ക് ജയം നൽകുമെന്ന് പറയൂ. സ്തോത്രം. ഒരഭിഷക്തൻ പ്രതിസന്ധികൾ കണ്ട് നിലവിളിക്കുന്നവനാകരുത്. പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നവനാകണം. ദൈവത്തിൻ്റെ ദാസനായ എലീശയുടെ അരികിലേക്ക് ഈ നയമാൻ പരിവാര സമേതനായി ചെല്ലുകയാണ്. നോക്കാം, അതിൻ്റെ 9-ാം വാക്യം, 2 രാജാക്കന്മാർ 5:9. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. ശ്രദ്ധിക്കണം. എലീശ ആളയച്ച്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്നും വിചാരിച്ചു. ദമ്മശേക്കിലെ നദികളായ അബാനയും പാർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോട് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രഥം തിരിച്ചു വിട്ടു, കുതിരയെ പൂട്ടിയ വണ്ടി തിരികെ വിട്ടു. എന്താ കാരണം? നയമാൻ വിചാരിച്ചത് എലീശയുടെ വീട്ടുവാതിക്കൽ അവൻ വന്നാലുടനെ എലീശ പ്രവാചകൻ ഓടി ഇറങ്ങിച്ചെന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച്, നമ്മുടെ നാശം ഭാഷം പറഞ്ഞാൽ ഭത്സിച്ച് ശ്വാസിച്ച് കുഷ്ഠരോഗം മാറ്റുമെന്ന് അവൻ വിചാരിച്ചു. അല്ല, അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ ദേഹത്തൊക്കെ നാട്ടി തടവി വിടുതൽ കൊടുക്കുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് എലീശ പ്രവാചകൻ ഇറങ്ങിപ്പോലും ചെന്നില്ല. ആളെ വിട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ആളയച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ മുമ്പ് വായിച്ചതാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ നയമാൻ എന്തെല്ലാം കൊണ്ടാണ് വന്നത്? 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം.
അതിൻ്റെ വില ഞാനൊന്ന് കണക്കൂട്ടി നോക്കി. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 114 പൗണ്ടാണ്. ഒരു താലന്ത് 114 പൗണ്ട് എന്ന് പറഞ്ഞാൽ 57 കിലോയാണ്. ഒരു താലന്ത് 57 കിലോയാണ് ഡെക്സ് ബൈബിൾ കൊടുക്കുക. 10 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ 570 കിലോ വെള്ളി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് $20,000. 6,000 ഷെക്കൽ വെള്ളി ഏതാണ്ട് $58,170. ഇന്ത്യൻ രൂപ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്കുള്ള സാധനം. 10 കൂട്ടം വസ്ത്രം, അതുകൂടെ വില കൂടിയതാണ്. ഇത്രയും സാധനം കൊണ്ടാണ് ദൈവദാസനായ ഏലീശയുടെ അരികിൽ നയമാൻ വന്നത്. അതായത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതുവരെ ഒരു രോഗിയും ഒരു ഡോക്ടർക്കും കൊടുത്തിട്ടില്ലാത്ത ഡോക്ടേഴ്സ് ഫീയുമായിട്ടാണ് നയമാൻ വന്നത്. കുഷ്ഠരോഗം മാറ്റി കിട്ടിയാൽ കുറഞ്ഞത് 50 ലക്ഷം രൂപയ്ക്കുള്ള സാധനം ഏലീശയ്ക്ക് കൊടുക്കാം. പണം കൊണ്ട് സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചേ. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് നമുക്ക് പഠിക്കാം. പക്ഷേ ഈ ദൈവത്തിൻ്റെ അഭിഷക്തൻ ഇറങ്ങിച്ചെന്നില്ല. യഥാർത്ഥ അഭിഷക്തൻ വെള്ളി കണ്ടാൽ, സ്വർണം കണ്ടാൽ, ഡോളർ കണ്ടാൽ ചാടി ഇറങ്ങുന്നവനല്ല. ഈ അഭിഷക്തൻ അവിടെ തന്നെ ഇരുന്നു. എലീശ പറഞ്ഞു, പോയി യോർദാൻ നദിയിൽ 7 വട്ടം മുങ്ങ്, വിടുതൽ കാണാം. അവൻ ക്രുദ്ധിച്ചു എന്ന് വായിക്കുന്നു. കോപത്തോട് പോയി. ഒരു ഭാഷാന്തരത്തിൽ വോയിസ് ഫ്രം ഇറ്റ്സ് ഫേവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പോയിസൺ വിഷമുള്ളവനായി പോയെന്നാണ്. ആ പരുവത്തിൽ ചെന്നിരുന്ന ആ കൊങ്കച്ചിനെ വെച്ചേക്കുവോ? ആ കവർച്ചയായി പോയ പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞ കൊച്ചിനെ വെച്ചേക്കുവോ? ക്രോധമുള്ളവനായി പോയി. ദേഷ്യത്തോടെ അവൻ പോയി. എന്തുകൊണ്ട് പോയി? അവൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. എന്ന് പറഞ്ഞാൽ യോർദാൻ കലങ്ങി മറിയുന്നതാണ്. കലങ്ങി മറിയുന്ന വെള്ളം. അവൻ പറഞ്ഞ് എൻ്റെ നാട്ടിലെ അർപ്പാനായും പാർപ്പരായും തെളിഞ്ഞ വെള്ളമാണ്, കണ്ണുനീര് പോലത്തെ വെള്ളം, അവിടെ മുങ്ങരുതോ? ഈ കലക്ക വെള്ളത്തിൽ എങ്ങനെയാ മുങ്ങുന്നത്? ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ദൈവപ്രവൃത്തി നീ ഇച്ഛിക്കുന്ന പോലെയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ആഗ്രഹം പോലെയല്ല. ചില ആളുകളൊക്കെ ദൈവപ്രവൃത്തിക്ക് വ്യവസ്ഥ വെക്കാറുണ്ട്. ഇങ്ങനെ അങ്ങനെ ഒക്കെ എന്നെ വിടുവിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ ആഗ്രഹിക്കുന്ന പോലെയല്ല, നീ ചിന്തിക്കുന്ന പോലെയല്ല. അടുത്ത തവണ നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. അമ്മയുടെ ഗർഭം മുതൽ അന്ധനായിരുന്നൊരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് പുതിയ നിയമത്തിലുണ്ട്. അവൻ്റെ കണ്ണിൽ ചേറ് കുഴച്ച് തേച്ച് അവനോട് കണ്ണ് പോയി കഴുകാൻ, ശിലാകുളത്തിൽ കഴുകാൻ പറഞ്ഞു. അന്ധനായവൻ്റെ കണ്ണിൽ എന്തിനാണ് ചേറ് തഴിച്ച് വെച്ചത്? ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നീ ദൈവ റൂട്ടിൽ വരണം. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ചില ആളുകൾ ദൈവത്തിൻ്റെ സൗഖ്യത്തിന്, ദൈവീയ വിടുതലിന് വ്യവസ്ഥ വെക്കാറുണ്ട്. ഇന്ന പോലൊക്കെ എന്നെ വിടുവിക്കണം. നോ, ദൈവഹിതത്തിനായി നീ ഏൽപ്പിച്ചു കൊടുക്കണം. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാലും അതനുസരിപ്പാൻ നീ തയ്യാറാകണം. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം നിന്നോട് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ തയ്യാറായാൽ വിടുതലാണ്. പലപ്പോഴും മനുഷ്യൻ വൈദ്യശാസ്ത്രം പറയുന്നതനുസരിക്കും, ഡോക്ടർമാർ പറയുന്നതനുസരിക്കും, ദൈവം പറയുന്നതനുസരിക്കില്ല. വേഗത്തിൽ ഉദാഹരണം പറഞ്ഞു നിർത്താം. അനേക ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഡോക്ടർമാരുടെ കൺസൾട്ടൻ്റ് റൂമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് 3 കാര്യങ്ങൾ. 1, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ പൂർണ്ണമായി വിശ്വസിക്കുക. 2, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് എല്ലാം തുറന്നു പറയുക. 3, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്നതെല്ലാം അനുസരിക്കുക. ഈ 3 കാര്യം. 1, എല്ലാം തുറന്ന് ഡോക്ടറോട് പറയുക. 2, നിങ്ങൾ ഡോക്ടറെ പരിപൂർണ്ണമായി വിശ്വസിക്കുക. 3, ഡോക്ടർ പറഞ്ഞ് അനുസരിക്കുക. ഇത്രയും കാര്യം ദൈവത്തിൽ നടന്നാലും വിടുതല. പക്ഷേ ദൈവത്തോട് മനുഷ്യരെല്ലാം തുറന്ന് പറയില്ല. ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം പറയുന്നത് അനുസരിപ്പാൻ മനുഷ്യന് കഴിയുന്നില്ല. വേഗത്തിൽ പറയട്ടെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കറിയാം, അനേക വേദികളിൽ ഞാനിത് പ്രസംഗിക്കാറുണ്ട്. കാലിൻ്റെ വിരൽ മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. ഡയബറ്റീസ് കൂടിയാൽ വിരൽ മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. കാൽ പത്തി മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. കാൽ മുട്ടുവെച്ച് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. വൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചങ്ക് തുറന്നു കൊടുക്കുവാൻ നമ്മൾ ഏൽപ്പിക്കപ്പെടും. വൈദ്യശാസ്ത്രത്തെ മനുഷ്യന് വിശ്വാസമാണ്. എന്തിനാ? എല്ലാം വിശ്വാസമല്ലേ.
ഈ ആകാശത്തൂടെ 500 പേരുമായി പറക്കുന്ന പ്ലെയിനിൽ നമ്മൾ കയറിയിരിക്കുന്ന ഏത് ഉറപ്പിലാ, ഏത് വിശ്വാസത്തിലാ? ആരെ വിശ്വസിച്ചാ? പൈലറ്റിനെ വിശ്വസിച്ചാണോ? പ്ലെയിനിനെ വിശ്വസിച്ചാണോ? ആകാശത്തെ വിശ്വസിച്ചാണോ? എഞ്ചിനെ വിശ്വസിച്ചാണോ? നമ്മൾ കയറിയിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞാൽ നമുക്കനുസരിപ്പാൻ കഴിയില്ല. പ്രിയ സ്നേഹിത, നിസ്സാരമായ ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞാൽ പോലും നമുക്കനുസരിപ്പാൻ കഴിയുന്നില്ല. നിസ്സാരമായത് രക്ഷിക്കപ്പെടണമെന്നും മാനസാന്തരപ്പെടണമെന്നും പാപം ഉപേക്ഷിക്കണമെന്നും പാപങ്ങളേറ്റു പറയണം, നിലവിളിക്കണം പറഞ്ഞ് നമുക്ക് അനുസരിപ്പാൻ കഴിയില്ല. ദൈവം തമ്പുരാൻ നിന്നോട് പറയുന്ന ചോദ്യം അതനുസരിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് നൽകാത്ത ഉറപ്പ് ദൈവത്തിന് നിനക്ക് തരുവാൻ കഴിയും, വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിനെ ചോദ്യം ചെയ്യാനല്ല, ദൈവമേ നിൻ്റെ ഇഷ്ടമെന്തോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടൂ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളിൽ കാണും. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം, വെല്ലുവിളികൾ പരിഹാരം തരും ദൈവം ഇപ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ആരാലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നവുമായി, എല്ലാവരാലും കൈവിടപ്പെട്ട പ്രശ്നവുമായി, കൈമലർത്തപ്പെട്ട പ്രശ്നവുമായി, ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തിയും കരവും ഇപ്പോൾ അവിടെ മേൽ നീട്ടപ്പെടട്ടെ. കുഷ്ഠരോഗിയായ നയമാനൊരു ഒറ്റ വാക്കിൽ നീ വിടുതൽ നൽകിയെങ്കിൽ ഈ പ്രശ്നത്തിന്മേൽ നീ പ്രവർത്തിക്കണമേ. പ്രശ്നത്തെക്കാൾ വലുതായി ദൈവത്തെ കാണുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം, നിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരെ കുറിച്ച് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.